ചില നേരത്ത് നമുക്ക് പെട്ടെന്ന് തോന്നില്ലേ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് കലക്കി കുടിക്കാനായിട്ട്. അപ്പോൾ ആ നേരത്ത് ചിലപ്പോൾ നാരങ്ങ ഉണ്ടാവില്ല വീട്ടിൽ, അല്ലെങ്കിൽ നാരങ്ങ പിഴിയണം, പഞ്ചസാര കലക്കണം, എന്തൊക്കെ പണികളാണല്ലേ. അപ്പോൾ അതൊക്കെ എളുപ്പമാക്കാനായിട്ടുള്ളൊരു സൂത്രപ്പണിയാണ് കേട്ടോ ഈ ഒരു സംഭവം. വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്ത് ഗ്ലാസ്സിൽ ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, കലക്കുക, കുടിക്കുക, പണി കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിക്ക് പോവാം. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. മാത്രമല്ല, ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ അതിനായിട്ട് 2 കപ്പ് വെള്ളമാണ് ആദ്യം എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളെ പഞ്ചസാര ഒന്ന് തിളച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ 1/4 കപ്പ് ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ ബൗള് നിറയെ പുതിനയിലയാണ്. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് തിരുമ്മിയിട്ടുള്ളൂ. മിക്സിയിൽ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതിൻ്റെ സത്ത് ഒന്നും കൂടി നന്നായിട്ട് ആ ഷുഗർ സിറപ്പിലേക്ക് പെട്ടെന്ന് ഇറങ്ങും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയേ, നമ്മളെ ഇലയൊക്കെ നല്ലപോലെ ചുരുങ്ങി അതിൻ്റെ സത്തൊക്കെ സിറപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ 3 ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വലിയ നാരങ്ങയാണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. 1 മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കതൊരു കുപ്പിയിലേക്ക് അരിച്ചൊഴിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, എനിക്ക് ഇത്രയും സിറപ്പാണ് അതിൽ നിന്ന് കിട്ടിയത്. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് വെള്ളം കലക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ സിറപ്പ് ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പുതിനയിലയും നാരങ്ങയുടെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആർഭാടായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കുക. ഈ സാധാരണ ഐസ് ക്യൂബ്സ് ഇടുന്നതിന് പകരം പുതിനയില അരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അത് ഐസ് ക്യൂബ്സ് ആക്കുക. എന്നിട്ട് അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് ആർഭാടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.